നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും നേർക്ക് നേർ നടത്തിയ ഒരു പോരാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? അതിൽ ലാലേട്ടൻ ചിത്രത്തിലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന 10 രഹസ്യങ്ങൾ അറിയണോ? ഹായ്. അപ്പോൾ മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകൾ നേർക്ക് നേർ നിന്ന് പോരാടിയ ഒരു വർഷമാണ് 1990 എന്ന് പറയുന്നത്. അതായത് മലയാളികളുടെ സ്വന്തം മമ്മൂക്കയും ലാലേട്ടനും. സത്യത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് വേണ്ടിയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ അതിനെക്കുറിച്ചൊന്നും അല്ലാട്ട് ഞാനിന്ന് പറയുന്നത്, പകരം മലയാളികളായ KG ജോർജും ശ്രീകുമാരൻ തമ്പിയും അംഗങ്ങളായിരുന്ന ദേശീയ പുരസ്കാര ജൂറിയെ വരെ ധർമ്മസങ്കടത്തിലാക്കിയ ലാലേട്ടൻ ചിത്രത്തിലെ നിങ്ങൾ അറിയാത്ത 10 രഹസ്യങ്ങളെ കുറിച്ചാണ്. രഹസ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിനു മുൻപ് ദേശീയ പുരസ്കാരത്തിന് വേണ്ടിയുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതാണല്ലോ അതിന്റെ ശരിയെന്ന് പറയുന്നത്. അതായത് അന്ന് മികച്ച നടനുള്ള അവാർഡിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഫൈനൽ റൗണ്ടിലേക്ക് വരെ എത്തിയത് 2 മലയാളികൾ, അതായത് നമ്മളുടെ മമ്മൂക്കയും മോഹൻലാലും. ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, മൃഗയ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെയാണ് മമ്മൂട്ടി ഫൈനൽ റൗണ്ടിൽ എത്തിയത്. കിരീടം എന്ന് പറയുന്ന ഒരൊറ്റ ഹിറ്റ് ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് മോഹൻലാലും ഫൈനൽ റൗണ്ടിൽ എത്തിയത്. അന്ന് ജൂറി അംഗങ്ങൾ ആശയക്കുഴപ്പത്തിലായപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി ശക്തമായ വാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് KG ജോർജ് എന്ന് പറയുന്ന സംവിധായകനായിരുന്നു. പിന്നീട് അഭിപ്രായ സമന്വയത്തിലൂടെ മമ്മൂട്ടിയെ മികച്ച നടനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഒപ്പം ലാലേട്ടന് മികച്ച അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് നൽകി. സത്യത്തില് കിരീടം എന്ന് പറയുന്ന പേര് IV ശശി ഒരുക്കിയ ഒരു മമ്മൂട്ടി ചിത്രത്തിനാണ് ഇടേണ്ടിയിരുന്നത്. പിന്നീട് ആ മമ്മൂട്ടി ചിത്രത്തിന് മുക്തി എന്ന് പറയുന്ന പേരിട്ടു. അതോടെയാണ് തിരക്കഥാകൃത്തായിരുന്ന ലോഹിതദാസ് ആ പേര് ഈ ലാലേട്ടൻ ചിത്രത്തിന് ഇടുന്നത്. സത്യത്തില് നായകന്റെ ജീവിതത്തിൽ മുഴുവൻ കരിനിഴൽ വീഴ്ത്തിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് സാഹചര്യങ്ങൾ കാരണം അടിച്ചു വീഴ്ത്തേണ്ടി വന്ന നായകൻ. അതോടെ സമൂഹം ഗുണ്ട എന്ന് പറയുന്ന ഒരു മുൾക്കിരീടം നായകനായ സേതുവിന്റെ തലയിൽ ചാർത്തി കൊടുക്കുന്നു. പിന്നീട് തട്ടി മാറ്റാൻ നോക്കിയിട്ടും സാധിക്കാതെ പോയ ആ ഒരു മുൾക്കിരീടം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ മുഴുവൻ തല്ലി തകർത്ത് ഒരു ചെറുപ്പക്കാരനെ കുറ്റവാളിയും ഗുണ്ടയുമാക്കി സമൂഹം മുദ്രകുത്തിയപ്പോൾ അയാളുടെ തലയിൽ ഉറച്ചു പോയ മുൾക്കിരീടത്തിന്റെ പ്രതീകമായിട്ടാണ് കിരീടം എന്ന് പറയുന്ന പേര് ലാലേട്ടന്റെ ഈ ചിത്രത്തിന് ലോഹിതദാസ് ഇടുന്നത് എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ പോലെയൊന്നും അല്ലാട്ടോ പണ്ട് സിനിമയുടെ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. വളരെ പണ്ട് നോട്ടീസും മൈക്ക് അനൗൺസ്മെന്റുമായിരുന്നു ആ ഒരു പബ്ലിസിറ്റി രീതി എന്ന് പറയുന്നത്. അന്ന് 5ഓ 6ഓ വാചകങ്ങളിലെ നോട്ടീസിൽ കഥ അച്ചടിക്കും, എന്നിട്ട് അവസാനം ശേഷം വെള്ളിത്തിരയിൽ എന്ന് എഴുതും. അതിനുശേഷം സിനിമാ മാസികകളൊക്കെ ഇറങ്ങിയപ്പോൾ പത്രപരസ്യങ്ങളിലേക്കും വാരികകളിലൂടെയുള്ള അഭിമുഖങ്ങൾ, ചിത്രീകരണ വിശേഷങ്ങൾ, ലൊക്കേഷൻ ഫോട്ടോകൾ ഇതൊക്കെ പ്രസിദ്ധീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മലയാള സിനിമ എന്ന് പറയുന്നത് മാറി. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മുടിവെട്ടാൻ പോകുമ്പോൾ ബാർബർ ഷോപ്പിൽ നിറയെ സിനിമാ വാരികകളായിരിക്കും. അതൊരു കാലം. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് കിരീടത്തിന്റെ പരസ്യവാചകം സത്യത്തിൽ സിനിമയിലെ വില്ലനെ വിവരിച്ചുകൊണ്ടുള്ളതായിരുന്നു ഒരെണ്ണം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ നീളമുള്ള ഒരു പരസ്യവാചകം. 6 അടി ഉയരവും മുട്ടോളം നീളമുള്ള കൈകളും കരിങ്കല്ലിന്റെ കാഠിന്യമുള്ള മനസ്സുമായി കീരിക്കാടൻ ജോസ്, മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ജോസ്, തട്ടിമാറ്റിയിട്ടും മാറാത്ത കിരീടവുമായി സേതുമാധവൻ. അതായിരുന്നു ആ പരസ്യവാചകം എന്ന് പറയുന്നത്. മറ്റൊന്നുകൂടി അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛന്റെ പാദം തൊട്ട് വണങ്ങി അമ്മയോട് അന്ത്യയാത്രാ മൊഴിയും ചൊല്ലി ചുടലക്കളത്തിലേക്ക് യാത്രയാകുന്ന പൊന്നോമന മകൻ. പിന്നെയും വേറെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോഹൻരാജ് എന്ന് പറഞ്ഞാൽ ആർക്കും പിടുത്തം കിട്ടത്തില്ല. കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഈ മോഹൻരാജിന്റെ ആ ഒരു രൂപം മനസ്സിലേക്ക് വരത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിരുന്നു ഈ കിരീടം എന്ന് പറയുന്നത്. അതുവരെ മലയാള സിനിമ കാണാത്ത ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് മോഹൻരാജ് കിരീടത്തിലൂടെ കാഴ്ചവെച്ചത്. പക്ഷേ ആദ്യ ചിത്രം എന്നതുകൊണ്ട് തന്നെ മോഹൻരാജ് സേതുവിന്റെ അല്ല, പകരം ലാലേട്ടന്റെ വില്ലനായി മാറിയിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം തുടക്കക്കാരനായതുകൊണ്ട് തുടക്ക സമയത്തെ ചിത്രീകരണ വേളകളിൽ ഫൈറ്റ് സീനുകളിൽ ടൈമിംഗ് തെറ്റിലായിരുന്നു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടന് ആ സമയത്ത് ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ആരെങ്കിലും വിശ്വസിക്കോ ഈ കിരീടം എന്ന് പറയുന്ന അതിമനോഹരമായ ചിത്രത്തിന്റെ തിരക്കഥ ലോഹിതദാസ് എന്ന് പറയുന്ന വ്യക്തി വെറും 4 ദിവസങ്ങൾ കൊണ്ടാണ് എഴുതി തീർത്തത് എന്ന്? എന്നാ വിശ്വസിച്ചേ മതിയാവൂ. അതായത് സിബി മലയിൽ എന്ന സംവിധായകന്റെ വിവാഹം 1989 മാർച്ച് 27-നായിരുന്നു. തിരക്കഥ എഴുതാം എന്നേറ്റ ലോഹിതദാസിന് സിബി മലയിലിന്റെ കല്യാണത്തിന് പോകുകയും വേണം. അങ്ങനെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് പോകാൻ സാധിച്ചില്ലെങ്കിലോ എന്നോർത്ത് രാവും പകലും ഉറക്കമിളച്ചിരുന്ന് വെറും 4 ദിവസങ്ങൾ കൊണ്ട് ലോഹിതദാസ് എഴുതിയ തിരക്കഥയാണ് നമ്മൾ സ്ക്രീനിലൂടെ കണ്ടത് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
ലാലേട്ടൻ എന്ന് പറയുന്ന ആദ്യം തുടക്കം കുറിച്ച വില്ലനായിട്ടാണ്. അതിനുശേഷം കുറെ മാസ് റോളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടനെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ ഒരു അവസരം എന്ന് പറയുന്നത് കിട്ടിയത് ഈ കിരീടം എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ്. മാത്രമല്ല പ്രേക്ഷകരും ഇവിടെ ആഘോഷിച്ചത് ലാലേട്ടനെ അല്ല, പകരം സേതുമാധവൻ എന്ന സേതുവിനെയായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ചിത്രത്തിലെ കഥാപാത്രത്തെ ആഘോഷിച്ച ഒരു ചിത്രം. അതിൽ എടുത്തു പറയേണ്ടത് സേതുവിന്റെ അച്ഛനായ കോൺസ്റ്റബിൾ അച്യുതൻ നായരാണ്. സത്യത്തിലെ ചാണക്യൻ, വർണ്ണം എന്നീ ചിത്രങ്ങളുടെ തിരക്കുകൾ കാരണം തിലകൻ ആദ്യം വേണ്ടെന്ന് വെച്ച ഒരു സിനിമയാണ് ഈ കിരീടം എന്ന് പറയുന്നത്. പക്ഷെ തിലകനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചില്ല. അതോടെ പാലക്കാട്, ചിറ്റൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരുന്ന ഈ സിനിമ തിലകനെ കിട്ടുന്നതിന് വേണ്ടി മാത്രം തിരുവനന്തപുരത്തേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ മറ്റ് ചിത്രങ്ങളുടെ ഇടവേളകളിൽ പോലും കിരീടത്തിന്റെ സെറ്റിലേക്ക് ഓടിയെത്തിയാണ് തിലകൻ അഭിനയിച്ച് തീർത്തത്. മോഹൻലാൽ തിലകൻ കെമിസ്ട്രി ഏറ്റവും കൂടുതൽ വർക്കായത് ഈ ചിത്രത്തിലാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇന്നും ഭൂരിഭാഗം മലയാളികളും പറയുന്നത് കിരീടം തന്നെയായിരിക്കും ആ ഒരു അച്ഛൻ മകൻ കോമ്പിനേഷൻ സൂപ്പറായത് എന്നുള്ളത്. ഈ കിരീടം എന്ന് പറയുന്ന സിനിമയിലത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡയലോഗ് ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് കത്തി താഴെയിടടാ നിന്റെ അച്ഛനാടാ പറയുന്നത് എന്ന ഡയലോഗായിരിക്കും അല്ലെ. പിന്നീട് പുതിയ തലമുറ ഇതിനെ പലപ്പോഴും ട്രോളുകളിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചിത്രത്തിൽ ഇത് കാണുമ്പോൾ ഒരിക്കലും മറക്കാനാകാത്ത ഒരു സീൻ തന്നെയായിരുന്നു. അങ്ങനെ ആര്യനാടുള്ള കിരീടത്തിന്റെ സെറ്റിൽ വെച്ച് ഈ സീൻ എടുക്കാൻ തീരുമാനിച്ചിരുന്ന ദിവസം തിലകൻ വഞ്ചിയൂരിലുള്ള വർണ്ണത്തിന്റെ സെറ്റിലായിരുന്നു. തിലകനെ കൊണ്ടുവരാൻ പോയിരുന്നത് നിർമ്മാതാവായിരുന്ന ഉണ്ണിയാണ്. അങ്ങനെ വൈകിട്ടാവുന്നത് വരെ നിർമ്മാതാവ് സെറ്റിൽ വെയിറ്റ് ചെയ്തു. ഒടുവിൽ വൈകിട്ട് 5 മണിയോടെ കിരീടത്തിന്റെ സെറ്റിലെത്തിയപ്പോൾ ചാറ്റൽ മഴ. അങ്ങനെ പെട്ടെന്ന് തന്നെ കത്തി താഴെയിടട എന്ന രംഗവും ക്ലൈമാക്സും ചിത്രീകരിച്ചു. അവസാനം മോഹൻലാൽ കത്തി താഴെയിട്ടിട്ട് കരയുന്ന ഒരു രംഗമുണ്ട്. അതിന് ലൈറ്റ് പ്രശ്നമായപ്പോൾ ആ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ടോപ്പ് ആംഗിളിൽ ചിത്രീകരിച്ചത് എന്നാണ് പിന്നീട് സിബി മലയിൽ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ എല്ലാം വെട്ടിപിരിഞ്ഞു പോയ ആ ഒരു നല്ല മനുഷ്യൻ കൊച്ചിൻ ഹനീഫ. പഴയകാല ചിത്രങ്ങളിലൊക്കെ എല്ലാവരെയും വെറുപ്പിക്കുന്ന വില്ലൻ വേഷങ്ങളിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നത്. 1972 അഴിമുഖത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം ആദ്യമായിട്ട് കോമഡി ചെയ്ത് 1980 ഇറങ്ങിയ കരിമ്പന എന്ന ചിത്രത്തിലാണെങ്കിലും കോമഡി ചെയ്യുന്ന ഒരു മുഴുനീള കഥാപാത്രമായിട്ട് അദ്ദേഹം മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിയത് കിരീടത്തിലെ ഹൈദ്രോസിലൂടെയാണ്. അത് കോമഡിയിലേക്ക് ചുവടുമാറ്റാൻ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ് അദ്ദേഹത്തിന് നൽകിയത്. അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നായകന്റെ പിന്നാലെ ഒരു കത്തിയുമായിട്ട് വാല് പോലെ കൂടിയ ഹൈദ്രോസ് എന്ന കഥാപാത്രം മലയാളികൾ ഒരിക്കലും മറക്കാത്തതായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിത്രത്തിലെ ഏറ്റവും ഹിറ്റായ പാട്ട് കണ്ണീർ പൂവിന്റെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. MG ശ്രീകുമാറിന് ആദ്യമായിട്ട് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തത് ഈ ഗാനമാണ്. ഒപ്പം വടക്ക് നോക്കി യന്ത്രത്തിലെ മായാമയൂരം എന്ന് തുടങ്ങുന്ന പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ കണ്ണീർപ്പൂവിന് പകരം അന്ന് ഒരു ലവ് സോങ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിനായിട്ട് പാട്ട് തയ്യാറാക്കുകയും ചെയ്തു. അത് എഴുതിയത് കൈതപ്രവും സംഗീതം നൽകിയത് ജോൺസൺ മാഷും ആയിരുന്നു. അതിൽ കാമുകിയും കാമുകനും തമ്മിലുള്ള പ്രണയ തീവ്രത കാണിക്കുന്ന കുറച്ച് സീനുകളാണ് എടുക്കേണ്ടിയിരുന്നത്. അത് എടുത്തും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പാട്ട് സിറ്റുവേഷനിൽ ചേരില്ല എന്ന് ഒരു അഭിപ്രായം വന്നപ്പോൾ നേരത്തെ ചിട്ടപ്പെടുത്തിയ പാട്ട് തന്നെ താളം അല്പം താഴ്ത്തി പിടിച്ച് ചിട്ടപ്പെടുത്തിയതാണ് ഈ കണ്ണീർ പൂവ് എന്ന് പറയുന്ന ആ ഒരു ഗാനം. പിന്നീട് സിബി മലയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പാട്ടിനുള്ള ചിത്രീകരണം നടത്താൻ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഴയ പാട്ടിന് വേണ്ടി എടുത്ത സീനുകളിൽ പലതും ഈ പാട്ടിന് വേണ്ടി ഉപയോഗിച്ചു. മാത്രമല്ല സേതുമാധവൻ നീണ്ട ഒരു വഴിയിലൂടെ നടക്കുന്ന ആ ഒരു രംഗം നാട്ടിൽ വന്ന് ചിത്രീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചെന്നൈയിൽ തന്നെ സമാനമായിട്ടുള്ള ഒരു വഴി കണ്ടെത്തി അവിടെ ഷൂട്ട് ചെയ്യായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ സിനിമയിലത്തെ അടുത്തൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് കഥയിലെയും ക്ലൈമാക്സിലെയും ലോഹിതദാസിന്റെ വാശിയാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത തിരക്കഥകളിൽ ഒന്നാണ് കിരീടത്തിൻ്റെത് എന്നുണ്ടെങ്കിലും ആദ്യഘട്ടങ്ങളിൽ അത് വായിക്കുമ്പോൾ പലർക്കും പല എതിർപ്പുകളും വിമർശനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അന്ന് വരെയുള്ള കമേഴ്സ്യൽ സിനിമകളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘടനയാണ് കിരീടത്തിലേത്. ഒന്ന്, വില്ലന് മുന്നിൽ കീഴടങ്ങാനായിട്ട് പോകുന്ന നായകൻ. 2, ഹീറോയിസം ഇല്ലാത്ത ഒരു നായകൻ. അതിനെയൊക്കെ പ്രതിരോധിച്ച് എഴുതിയ തിരക്കഥയിൽ തന്നെ ഉറച്ചു നിന്നത് ഇത് മലയാളികൾ ഏറ്റെടുക്കും എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് പിന്നീട് സിബി മലയിലും ലോഹിതദാസും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല തൻ്റെ നാട്ടിൽ പറഞ്ഞു കേട്ട ഒരാളുടെ കഥയിൽ നിന്നാണ് ഈ കഥ തൻ്റെ മനസ്സിൽ ഉദിച്ചതെന്നും റൗഡി കേശവൻ എന്ന ആളാണ്
കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലേക്കുള്ള പ്രചോദനം എന്നും ലോഹിതദാസ് പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് കിരീടം ഹിറ്റായതിനു ശേഷം ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ കഥയായിട്ട് മാറി എന്നുള്ളതാണ്. വെറും 25 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം ചിത്രീകരിച്ചത്. വെറും 23 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചിത്രത്തിലെ ലാലേട്ടന്റെ പ്രതിഫലം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയായിരുന്നു. ഈ ചിത്രം പിന്നീട് മറ്റ് 4 ഭാഷകളിലേക്ക് കൂടി റീമേക്ക് ചെയ്യപ്പെട്ടു. എല്ലാ ഭാഷകളിലും അത് വൻ വിജയവുമായിട്ട് മാറി. 1990 തെലുങ്കില് റൗഡിസം നാസിഞ്ചലി എന്ന പേരിലാണ് ചിത്രം ഇറങ്ങിയത്. രാജശേഖറും വാണി വിശ്വനാഥുമായിരുന്നു നായകനും നായികയും. 1991 ആയപ്പോഴേക്കും കന്നഡയിൽ അത് മോഡഡ മറയല്ലി എന്ന പേരിൽ ശിവരാജ് കുമാറും യമുന എന്ന നടിയും നായകനും നായികയുമായിട്ട് ഇറങ്ങി. പിന്നീട് ഹിന്ദിയിലാണെങ്കിൽ 1993 ജാക്കി ഷ്രോഫിന്റെ നായകനായിട്ട് നമ്മുടെ പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത് ചിത്രം ഇറങ്ങി. അതിന്റെ പേര് ഗർദിഷ് എന്നായിരുന്നു. അവസാനം 2007 തമിഴിലും ചിത്രം ഇറങ്ങി. അതിൽ നായകൻ അജിത്തും നായിക തൃഷയുമായിരുന്നു. ചിത്രത്തിന്റെ പേര് കിരീടം എന്ന് തന്നെയായിരുന്നു. പിന്നെ ഇതിലുള്ള മറ്റൊരു പ്രത്യേകത കന്നഡയിലും തെലുങ്കിലും മോഹൻരാജ് തന്നെയായിരുന്നു വില്ലൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷനും, പിന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഒപ്പം വിമർശനങ്ങളും. ബൈ ബൈ.